എൻ്റെ പേര് വിനീത് എന്നാണ്. സ്വന്തം സ്ഥലം തിരുവനന്തപുരം. ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ തിരുവനന്തപുരത്ത് തന്നെയാണ്. സാധാരണ ഒരു എന്താ പറയാ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മകനായിട്ടാണ് ജനിച്ചത്. കുഴപ്പമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം. ഒറ്റ മോനായിരുന്നു. അച്ഛനും അമ്മയും ഞാനും മാത്രം. അദ്ദേഹം ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണെങ്കിലും എന്നെ പഠിപ്പിച്ചു. +2 വരെ പഠിപ്പിച്ചായിരുന്നു. പിന്നെ ദൈവം കടാക്ഷിച്ചു എന്ന് പറയാം. കറക്റ്റ് 19 വയസ്സായപ്പോൾ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായി മാറാൻ കഴിഞ്ഞു. അതിനുശേഷം ജീവിതത്തിൽ ചെറുതും വലുതുമായ നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എയർഫോഴ്സിൽ ഇരിക്കുമ്പോഴും അതൊരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വർക്കിംഗ് നേച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയായിരുന്നോ 19 വർഷം വരെ ജീവിച്ചത്, അതിനും തികച്ചും വിപരീതമായിരുന്നു പിന്നീടുള്ള 19 വർഷം. 19 വർഷം ഒരു സിവിലിയൻ ആയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു 19 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ജീവിതം രണ്ടും രണ്ട് രീതിയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു. ഇന്ത്യൻ എയർഫോഴ്സിൽ നിൽക്കുമ്പോൾ തന്നെ എന്താ പറയാ, മൈലേസ്റ്റൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഒരു യുണീക്ക് ID സ്വന്തമാക്കാനുള്ള ഒരു വ്യക്തിയായി മാറാൻ പറ്റിയെങ്കിലും കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനപ്പുറം ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണാനുള്ള ഒരു അവസരമില്ലായിരുന്നു. ആ എയർഫോഴ്സ് എന്നൊരു ഓർഗനൈസേഷനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് ഉപയോഗിച്ചു, കുറച്ച് പേർക്കൊക്കെ സജസ്റ്റ് ചെയ്തു എന്നതിലുപരി ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇരിക്കുമായിരുന്നു എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു ദിവസം. ഒരുപാട് തവണ ആപ്ലിക്കേഷൻ ഇട്ടായിരുന്നു. പക്ഷെ എന്നാലും അവര് പുറത്തു പോകാൻ അനുവദിച്ചില്ല. ഞങ്ങൾ വീണ്ടും ശ്രമിച്ചു, വീണ്ടും അനുവദിച്ചില്ല. അങ്ങനെ ഇരിക്കെ 2022 സെപ്റ്റംബർ മാസം ആ ഒരു ദിവസം വന്നു. എൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി. അങ്ങനെ ആ ജോലി 19 വർഷം സർവീസ് ഉണ്ടായിരുന്നു, ഇനിയും ചെയ്യാമായിരുന്നു. വിത്ത് പ്രൊമോഷൻ എനിക്ക് അടുത്തൊരു എന്താ പറയാ റാങ്ക് അടക്കം ക്ലിയർ ആയി നിൽക്കുന്ന സമയത്താണ് ഞാൻ ആ ജോലി വേണ്ടാന്ന് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ അറിഞ്ഞതും സത്യത്തിൽ ഇനി അറിയാൻ പോകുന്നതുമായ ഈ ബിസിനസ് നെഞ്ചിലേറ്റി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഫുൾ ടൈം എന്നൊരു വാചകം എനിക്ക് പറയാൻ പറ്റുന്നത് 2023 ജനുവരി മുതലാണ്. കാരണം 2022 സെപ്റ്റംബറിൽ ഇറങ്ങിയെങ്കിലും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ഈ ബിസിനസ്സിനെ നെഞ്ചിലേറ്റി വിനീത് എന്ന വ്യക്തി ഒരു ഫുൾ ടൈമർ എന്ന് പറയാൻ പറ്റിയത് 2023 ജനുവരി 1 തന്നെയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും മാനിക്കുന്നതുമായ 2 വ്യക്തികളാണ് UTC ആൻഡ് ഡയമണ്ട് എക്സിക്യൂട്ടീവ്സ് ആയ അനീഷ് ബാബു സാർ ആൻഡ് അനൂപ് ബാബു സാർ. ഞാൻ അവരുടെ വീട്ടിൽ പോയി അനുഗ്രഹം വാങ്ങി, എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവണമെന്ന് കരുതി ഒരു നല്ല ദിവസം നോക്കി തുടങ്ങിയതാണ് 2023 ജനുവരി 1-ാം തീയതി. എൻ്റെ എയർഫോഴ്സ് ലൈഫിലെ ഒരു എന്താ പറയാ രീതികൾ എന്നെ ഒരുപാട് ഇതിൽ സഹായിച്ചിട്ടുണ്ട്. അതെനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പം സമയം പാലിക്കുന്നതാണെങ്കിലും കൃത്യനിഷ്ഠതയാണെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കുന്നതിലാണെങ്കിലും മുതിർന്നവർ പറയുന്നത് അതുപോലെ കേൾക്കുക, അനുസരിക്കുക, അതിനുശേഷം പ്രവർത്തിച്ചതിന് ശേഷം വേണമെങ്കിൽ ചോദ്യം ചെയ്യുക എന്നുള്ളത് പോലെ ഇതെല്ലാം എൻ്റെ ഒരു എയർഫോഴ്സ് കൾച്ചർ എനിക്കിവിടെ ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. മന്ത്ലി റിപ്പോർട്ട്, ഓരോ മാസവും നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കുറിച്ചു വെക്കുകയും അറിയിക്കുകയും അതിൽ നിന്നുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഇനിയുള്ള മാസങ്ങളിൽ തിരുത്തി കുറിക്കുകയും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എയർഫോഴ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ സഹായകമായിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ അതൊരു ബ്രിഡ്ജിങ് ആയിരുന്നു. എയർഫോഴ്സിൽ നിന്ന് വീണ്ടും ഒരു നോർമൽ ലൈഫിലോട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് മൈലേസ്റ്റൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയിൽ പ്രവർത്തിക്കുമ്പം ഒരുപാട് ടീമിനെയും കൂടി നമുക്ക് നയിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ബ്രിഡ്ജിങ്, അതായത് അവിടെ ഉണ്ടായിരുന്ന രീതികളെ ഇവിടുത്തെ രീതികളുമായി പൊരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് എനിക്കൊരു വെല്ലുവിളി ആയിരുന്നു. ദൈവം സഹായിച്ച് അതിൽ കുറച്ചൊക്കെ ഞാൻ വിജയിച്ചത് കൊണ്ടാണ് 15 മാസം എടുത്തിട്ടില്ല. ഞാൻ ഇന്നലെ നോക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാല് കറക്റ്റ് ഏകദേശം ഒരു 15 മാസം കൊണ്ട് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്താൻ പറ്റി. കാരണം എനിക്ക് എന്തുണ്ട് എന്നുള്ളതിനേക്കാളും പ്രസക്തിയാണ് എൻ്റെ കൂടെ ഉള്ളവർക്ക് എന്തുണ്ട് എന്നുള്ളത്. അതിലോട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ ഒരുവിധം പറ്റി എന്നുള്ളതാണ്. ജനുവരി 2023 തുടങ്ങുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ആദ്യത്തെ 18 ദിവസം കൊണ്ട് ഞാൻ ടീം കോർഡിനേറ്ററായി. അതിനുശേഷം ഒരു 10 ദിവസം കൊണ്ട് ഞാൻ ഏരിയ ടീം കോർഡിനേറ്ററായി. പിന്നെ ഒരു 23 ദിവസം കൊണ്ട് ഞാൻ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്ററായി. പിന്നെ ഒരു 42 ദിവസം കൊണ്ട് ഞാൻ ഐ തിങ്ക് സോണൽ ടീം കോർഡിനേറ്ററായി. പിന്നെ അടുത്ത ഒരു 30 ദിവസം കൊണ്ട് STC സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററായി. അതായത് അതൊരു വാശി കൂടിയായിരുന്നു. കാരണം 23 മെയ് 2023 വിഹാൻ എന്നൊരു മഹാ പ്രോഗ്രാം ഉണ്ട്. ഞാൻ എൻ്റെ ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്തപ്പോൾ തന്നെ നെഞ്ചിലോട്ട് ഏറ്റെടുത്ത ഒരു കാര്യമായിരുന്നു വിഹാൻ. അന്ന് അനൂപ് സാർ പറഞ്ഞു, വിഹാൻ എന്ന പ്രോഗ്രാമിൽ സ്റ്റേജ് എൻട്രി ഉള്ളത് STCക്കാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒന്നുമല്ലാതെ തുടങ്ങുമ്പോഴും എനിക്ക് ആ സ്റ്റേജ് സ്വപ്നം കാണാൻ പറ്റി. ജനുവരി മുതൽ ദൈവം സഹായിച്ച് ഗ്രീൻ ചേംബർ ഇന്റർനാഷണലിന്റെ തന്നെ തായ്ലാന്റ് കോൺടെസ്റ്റും വെച്ചിട്ടുണ്ടായിരുന്നു. മാർച്ച് 10 കട്ട് ഓഫ് അങ്ങനെ എന്തോ ആയിരുന്നു. എന്നാ പിന്നെ ആദ്യം അത് തന്നെ ആവട്ടെ എന്നുള്ള ഒരു വെല്ലുവിളി. ഞാൻ എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങി ആദ്യം ചെയ്തത് പാസ്പോർട്ട് എടുത്തതാണ്. എൻ്റെ ആദ്യത്തെ പണി പാസ്പോർട്ട് എടുക്കലായിരുന്നു. കാരണം ഇന്ത്യൻ എയർഫോഴ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യക്ക് പുറത്ത് പോകാനുള്ള ഒരു പെർമിഷനും ഇല്ല. അതുകൊണ്ട് തന്നെ എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങി ആദ്യം ചെയ്തത് പാസ്പോർട്ട് എടുത്തു. പക്ഷെ ദൈവം എവിടെയൊക്കെയോ സഹായിച്ചു എന്നാണ്. പാസ്പോർട്ട് കയ്യിൽ വന്ന് 2 ആഴ്ചക്കുള്ളിൽ GCI ഈ കോൺടെസ്റ്റ് അനൗൺസ് ചെയ്തു, തായ്ലാന്റ് ട്രിപ്പിന്റെ. അപ്പൊ എല്ലാം ഒരു നിമിത്തം പോലെ തീരുമാനം എടുത്തു. ടീം തുടങ്ങിയിട്ടില്ല, എന്നാലും ഞാൻ അത് അച്ചീവ് ചെയ്യും എന്നൊരു തീരുമാനം എടുത്തു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 10 കട്ട് ഓഫ് ആയപ്പോഴേക്കും ഞാനും എൻ്റെ ടീമിലെ 4 പേരും തായ്ലൻഡ് ട്രിപ്പ് വിജയിച്ചു. അതെന്നെ ഒരുപാട് സഹായിച്ചു. അതാണ് ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ ഒരു 18 ദിവസം കൊണ്ട് ടീം കോർഡിനേറ്ററും, പിന്നെ ഒരു 10 ദിവസം കൊണ്ട് ഏരിയ ടീം കോർഡിനേറ്ററും, പിന്നെ ഒരു 18 ദിവസം 20 ദിവസം കൊണ്ട് DTCയും, പിന്നെ ഒരു 40 ദിവസം കൊണ്ട് എന്താ പറയാ ZTCയും, പിന്നെ ഏകദേശം 30 ദിവസത്തിനകത്ത് എനിക്ക് STCയും ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയത് ഈ ഒരു തായ്ലാന്റ് കോൺടെസ്റ്റ് എൻ്റെ ടീമിലെ ഒരു 4 പേരെയും കൂടി അച്ചീവർ ആക്കാൻ പറ്റിയപ്പോഴാണ്. ഇപ്പൊ വിഹാൻ എന്ന പ്രോഗ്രാം 23 മെയ് 2023 ആയിരുന്നെങ്കിൽ 19 മെയ്, അത് 4 ദിവസം മുന്നേ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആകും. ആ ദിവസം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചെക്ക് മൈ ഗോളിനകത്ത് ഞാൻ സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററായി. തീരുമാനമെടുത്തത് ജനുവരിയാണ്, പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് 19 മെയ്. 4 ദിവസം മുന്നേ ഞാനത് നേടി. ഞാൻ പറഞ്ഞല്ലോ, എയർഫോഴ്സിലുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നിതാണ്, പറയുവാണെങ്കിൽ അത് പാലിക്കണം, ഇല്ലെങ്കിൽ പറയാൻ പോകരുത് എന്നൊരു ചെറിയൊരു റോള് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം എനിക്ക് എന്നോട് തന്നെ നാണക്കേട് ഉണ്ടാകുന്ന ഒരു പ്രവൃത്തികളും ഞാൻ ചെയ്യാൻ പാടില്ല. പരമാവധി ശ്രമിക്കുക, വരിക വരാതിരിക്കുക അത് പിന്നുള്ള കാര്യം. പക്ഷെ കണ്ണാടി നോക്കിയിട്ട് നീ അത് ചെയ്തോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോൾ നെഞ്ചും നിവർത്തി ഉത്തരം എസ് എന്ന് പറയാൻ പറ്റണം. ഈ ഒറ്റ കാര്യം കൊണ്ടാണ് ഓടിയത്. എൻ്റെ ടീമിലുള്ളവർക്ക് ആ ആവേശം കൊടുക്കാനും എനിക്ക് പറ്റി എന്നുള്ളതാണ് ചെറിയ തോതിലെങ്കിലും എന്നെ ആ ഒരു സമയത്ത് വിജയിയാക്കിയത്. വിഹാൻ എന്ന പ്രോഗ്രാമിൽ ഞാൻ STC ആയിട്ട് തന്നെ കയറി, തായ്ലൻഡ് ട്രിപ്പ് അച്ചീവറായിട്ട് കയറി. എൻ്റെ കൂടെ 4 പേര് തായ്ലൻഡ് ട്രിപ്പ് അച്ചീവറായിട്ട് കയറി. അതുമല്ലാതെ 3ഓളം പേര്, ആ സമയത്ത് ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിരുന്നു പെർഫോമൻസ് ബോണസ്. 3ഓളം വ്യക്തികളെ പെർഫോമൻസ് ബോണസ് അച്ചീവേഴ്സ് ആയിട്ട് ആ സ്റ്റേജിൽ കയറ്റാൻ പറ്റി. ശരിക്കും കളർഫുൾ ആക്കാൻ പറ്റി. ഞാൻ കൂടുതലും കോൺടെസ്റ്റ് ഓറിയന്റഡും ഈവന്റ് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ആലങ്കാരികമായിട്ട് ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത്. STC ആയിട്ട് 2 ദിവസം പോലും ആയില്ല, അപ്പോഴേക്കും എൻ്റെ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്ക് ഞാൻ ഡിക്ലെയർ ചെയ്തു പബ്ലിക്കലി. അത് 31 ഡിസംബർ 2023, അതേ വർഷം തന്നെ ആകണം എന്നായിരുന്നു. 7 മാസം കൊണ്ട് ഏകദേശം എന്താ പറയാ 70 ലക്ഷം രൂപയ്ക്ക് മേലെ സെയിൽ എടുക്കണം എന്നൊരു ടാർഗറ്റ്, ഒരു ഹ്യൂജ് ടാർഗറ്റ് ആണ് ഞാൻ എന്നോട് തന്നെ വെച്ചത്. പിന്നെ അതിനുശേഷം ഒരുപാട് കോൺടെസ്റ്റ്, നമ്മുടെ GCI തന്നെ വെച്ച ഒരു ഗോവ ട്രിപ്പിന്റെ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. 2 MI മന്ത് കൊണ്ട് 2 ലക്ഷം BV മാച്ചിങ്ങിന്റെ ഒരു കോൺടെസ്റ്റ് ആയിരുന്നു. അത് ഞാനും വിജയിച്ചു, എൻ്റെ ടീമിലെ 3 പേരെ വിജയിപ്പിക്കാനും പറ്റി. സമയത്ത് ഓണപ്പുടവ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. 17ഓളം പേരെ ആ കോൺടെസ്റ്റ് അച്ചീവ് ചെയ്യിപ്പിക്കാൻ പറ്റി. പിന്നെ കമ്പനി തന്ന നമ്മുടെ പ്രൊഡക്റ്റ് ചാമ്പ്യൻ ഓഫർ ഉണ്ടായിരുന്നല്ലോ, റീപർച്ചേസിങ് ഓഫർ, ഏകദേശം 6 മാസം കൊണ്ട് 6-7 മാസം കൊണ്ട് 11 ലക്ഷം BV ആണ് ഞാൻ പ്രൊഡക്റ്റ് ചാമ്പ്യനിലൂടെ മാത്രം ടീമിലൂടെ നേടിയത്. കാരണം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, എൻ്റെ കൺമുന്നിൽ വരുന്നതൊക്കെ എന്നെയും എൻ്റെ ടീമിലുള്ളവരെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഏതിനെയും കാണുന്നത്. പ്രൊഡക്റ്റ് ചാമ്പ്യൻ പോലും എനിക്ക് 6 മാസം നിരന്തരം ഏകദേശം 50-60 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിരന്തരം
അത് ഏറ്റെടുക്കുകയും അതിലൂടെ 11 ലക്ഷം BV ആണ് എനിക്ക് പ്രൊഡക്റ്റ് ചാമ്പ്യനിലൂടെ മാത്രം നേടാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ചെറുതും വലുതുമായ കോൺടെസ്റ്റ് ഞാൻ എൻ്റെ ടീമിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലൈറ്റ് ട്രിപ്പ് കോൺടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതാ, തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള. കാരണം ജീവിതത്തിൽ ഇന്നേ വരെ ട്രെയിനിനപ്പുറം ചിന്തിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഓടുമ്പോൾ ആകാശം സ്വപ്നം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളി ആയിരുന്നു. അതും ഏറ്റെടുത്തു. 2 മാസം ചെറിയ ടാർഗറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 26ഓളം പേരെ കൊണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസം ചെറിയൊരു ട്രിപ്പ്, ഫ്ലൈറ്റ് ട്രിപ്പ്. അതിൽ 26 പേരിൽ 22 പേരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കാണുന്നതും കയറുന്നതും അനുഭവിക്കുന്നതും ഒക്കെ. അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് കോൺടെസ്റ്റുകളും ചെറുതും വലുതും ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റി. ഇങ്ങനെ കൊണ്ടുവന്നതിന്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷം തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ 2023 31 ഡിസംബർ, അതായത് വർഷ അവസാനമാണ് എൻ്റെ RTC പ്ലാൻ ചെയ്തത്. STCക്ക് ശേഷം RTC 7 മാസത്തിനകം, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ദൈവം എന്നെ അത്രത്തോളം സഹായിച്ചില്ലെങ്കിലും ചെയ്തു തന്നതിന് നന്ദിയുണ്ട്. കാരണം ഞാൻ വർഷ അവസാനം ആയപ്പോഴേക്കും ഏകദേശം 60 ലക്ഷം BV മാച്ചിങ്ങിലോട്ട് എനിക്ക് എത്താൻ പറ്റി. 15 ലക്ഷം BV മാച്ചിങ് എത്താൻ പറ്റിയില്ല. ഒരു ശരാശരി 20 ലക്ഷത്തിന്റെ സെയിൽ കുറവ് വന്നു. അതിനുള്ള കാരണമുണ്ട്. കാരണം എൻ്റെ ഒരു ടീം എന്ന് പറയുന്നത് ഡൽഹി ഓറിയന്റഡ് ടീമാണ്. അപ്പം ഡൽഹിയിൽ എനിക്ക് അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് പോകാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്ക് അവിടെ നടത്തിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് വാസ്തവം. അതുപോലെ 1-2 വെല്ലുവിളി അറിയാലോ, ടീം ഉണ്ടാവുന്ന കൂട്ടത്തിൽ തന്നെ വെല്ലുവിളികളും അതുപോലെ ഉണ്ടാവും. അപ്പം ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു വെല്ലുവിളി എൻ്റെ ടീമിൽ വന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. അങ്ങനെ ഈ 2 ഫാക്ടേഴ്സ് കാരണം ഡിസംബറിലാകാൻ പറ്റിയില്ല. എന്നാലും 50 ലക്ഷം രൂപയ്ക്ക് മേലെ സെയിൽ എനിക്ക് ഒരു 6-7 മാസം കൊണ്ട് എടുക്കാൻ പറ്റി. ഒരു ആവറേജാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഡിസംബറിലും ആ ഒരു ടാർഗറ്റ് ഞാൻ വെച്ചെങ്കിലും എനിക്ക് അതുവരെ ഉള്ള ഒരു ഫോക്കസ് നേടിത്തന്നത് ഈ ഒരു ഓട്ടം തന്നെയാണ്, ടീമിന്റെ കൂടെ ഓടുക എന്നുള്ള. ആ ഡിസംബറിൽ വെക്കാൻ പറ്റി, നേടാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അപ്പോഴും ഒന്നുകൂടെ ടാർഗറ്റ് റിവൈസ് ചെയ്തു. കാരണം അപ്പോഴേക്കും അടുത്തൊരു പ്രോഗ്രാം, ഒരു പക്ഷെ എല്ലാവരും കോഴിക്കോടുള്ള അറിഞ്ഞിട്ടുണ്ടാവും, ഫേസ് 2024 എന്നൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ് 24. അപ്പൊ ആ സ്റ്റേജിൽ വേറെ ഒന്നുമില്ല, RTC, അതിനപ്പുറം ഒന്നുമില്ല. അത് സ്വപ്നം കണ്ടു. മാർച്ച് 8 എന്നൊരു ക്ലോസിംഗ് ഉണ്ടെങ്കിൽ ഞാൻ റീജിയണൽ ടീം കോർഡിനേറ്റർ ആയിരിക്കുമെന്ന് ഡിസംബറിൽ ഒരു റീഫിക്സേഷൻ ഓഫ് ഡേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് തന്നെ വെക്കുന്ന ഡേറ്റ് ആണ്. കാരണം എനിക്ക് തന്നെ ഒരു ഡേറ്റോ എനിക്ക് തന്നെ ഒരു തീയോ ഇല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ ആ ഡേറ്റും തീയോ ഒക്കെ അല്ലെ. അപ്പോൾ ആ ഒരു ഡേറ്റിൻ പ്രകാരം ഞാൻ പിന്നെയും വർക്ക് ചെയ്തു. ദൈവം അവിടെയും എന്നെ സഹായിച്ചു. മാർച്ച് 8 വെള്ളിയാഴ്ച ക്ലോസിംഗ്, അതിരാവിലെ 3 മണിക്ക് ഞാൻ റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്ക് അച്ചീവ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 15 മാസം കൊണ്ട് RTC റാങ്കിൽ എത്താൻ പറ്റി. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അനൂപ് സാറിനും അനീസ് സാറിനും അയച്ചു കൊടുത്തിട്ട് വിളിച്ചു പറഞ്ഞു, സാറേ ഇതും നേടിയിട്ടുണ്ട്. ഞാൻ സത്യം, എനിക്ക് എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. നന്ദി എന്നൊരു വാക്ക് വാചകം കൊണ്ടല്ലാതെ പ്രവൃത്തി കൊണ്ട് കൊടുക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ വായിൽ നിന്ന് ഒരു പക്ഷേ പ്ലീസിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരാറില്ല. പക്ഷെ പ്രവൃത്തി കൊണ്ട് ഞാൻ അതെല്ലാം കവർ ചെയ്യും. അനീസ് സാറിനോടും അനൂപ് സാറിനോടും എനിക്ക് വേണമെങ്കിൽ ഞാൻ സത്യം, ടു ബി ഫ്രാങ്ക്, ഞാൻ ദൈവസത്യം പറയുവാണ്, വാക്കുകൾ കൊണ്ട് ഒരു ഉയർന്ന പൊസിഷനിൽ അവരെ നിർത്താനോ സംസാരിക്കാനോ ഒന്നും ഞാൻ കൂട്ടാക്കിയിട്ടില്ല. പക്ഷെ അതെല്ലാം ഞാൻ എൻ്റെ ടീം കൊണ്ടും എൻ്റെ റിസൾട്ട് കൊണ്ടും നേട്ടങ്ങൾ കൊണ്ടും ഞാൻ അവർക്ക് തിരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് തന്നെ ആയിരിക്കും. കഴിഞ്ഞ 15 മാസം തിരിഞ്ഞു നോക്കുമ്പോൾ, എന്താ പറയാ, ഫുൾ ടൈമർ ആയതിനു ശേഷമുള്ള കാര്യം പറയുവാണെങ്കിൽ ഏകദേശം സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്ന 2 പേരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്ററിൽ നിൽക്കുന്ന 4 പേരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഏരിയ ടീം കോർഡിനേറ്ററിൽ നിൽക്കുന്ന 3 പേരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ടീം കോർഡിനേറ്ററിൽ നിൽക്കുന്ന 7 പേരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി ഈ കഴിഞ്ഞ 15 മാസം കൊണ്ട്. അതിൽ ഒരു വ്യക്തി ഇന്നലെ ആയിരുന്നു ഏരിയ ടീം കോർഡിനേറ്ററോട് അപ്ഗ്രേഡ് ആയത്. ഇനി അടുത്ത ഒരു 1-2 മാസത്തിനകം വീണ്ടും ഒരു 3ഓളം ടീം കോർഡിനേറ്റേഴ്സ്, ബ്രാൻഡ് ന്യൂ ടീം കോർഡിനേറ്റേഴ്സ് പൈപ്പ് ലൈനിലാണ്. വളരെ കുറഞ്ഞ BV മാച്ചിങ് ബാക്കിയുള്ളൂ. അതുപോലെ 2 ZTC ടച്ചിങ്ങിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എവിടെയെങ്കിലും എത്തി എന്നതിലുപരി കൂടെ ഉള്ളവരെ എവിടെയൊക്കെയോ എത്തിച്ചപ്പോഴാണ്
ഞാൻ അവിടെ എത്തി എന്നുള്ളതാണ് സത്യം. ഇല്ലെങ്കിൽ ഞാൻ മാത്രമേ കാണൂ അല്ലെ. അനീഷ് സാർ പറയുന്ന പോലെ നന്ദന സിനിമയിൽ നവ്യ നായർ പറഞ്ഞ പോലെ ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ RTC മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കൂടെ ഉള്ള കുറച്ചു പേർക്ക് ഈ ഒരു ആവേശം പകർന്നു കൊടുക്കാനും, ചെയ്യുവാണെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യുക, വെടിപ്പായിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ മാറി നിൽക്കുക, ആർക്കും ഒരു ശല്യം ഉണ്ടാവരുത്, അത്രയും. ഒരു ഐഡന്റിറ്റി ക്രിയേഷൻ ആണ് ഈ ബിസിനസ്. വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്ന് മലയാളത്തിൽ പറയും. വിനീത് എന്ന വ്യക്തി ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നത് ബിസിനസ്സിൽ റാങ്ക് നേടുമ്പോഴാണ്, കൂടെ ഉള്ളവരെ റാങ്ക് അടിപ്പിക്കുമ്പോഴാണ്. ഇത് രണ്ടും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിപ്പോഴും നേടും. ഇപ്പൊ റീജിയണൽ ടീം കോർഡിനേറ്റർ 15 മാസം കൊണ്ടായി എന്നൊരു വലിയ കാര്യം എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ 15 മാസം കൊണ്ട് 18 മാസം കൊണ്ട് NTC ആയ ലീഡേഴ്സ് പോലും മൈ ലൈഫ് സ്റ്റൈലിലുണ്ട്. പക്ഷെ ഞാൻ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ പാസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, എന്റെ ടീമിലെ നേട്ടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 15 മാസം എനിക്ക് സ്വപ്നതുല്യം തന്നെയാണ്. പക്ഷെ അതിലൊരിക്കലും നിന്നു പോകാനോ അതിൽ ജീവിച്ചിരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും പറയാം, RTC എന്ന BV മാച്ചിങ് സ്ക്രീൻഷോട്ട് എടുത്ത് അനീസ് സാറിനും അനൂപ് സാറിനും അയച്ചു കൊടുത്ത നിമിഷം ഇച്ചിരി സന്തോഷം തോന്നി. അതിനുശേഷം ആ ഒരു സന്തോഷം അത്ര ഇല്ലായിരുന്നു. കാരണം ഏതൊരു സാധനവും നേടിയെടുക്കുന്നത് വരെയും നഷ്ടപ്പെട്ടതിന് ശേഷവും മാത്രമേ അതിന്റെ മൂല്യം മനസ്സിലാവൂ എന്നുള്ളത് എനിക്ക് ആ സമയത്ത് മനസ്സിലായി. നേടുന്നത് വരെ ഒരു ഭയങ്കര ഒരു ആവേശമായിരുന്നു. പക്ഷെ ജീനിയോളജിയിൽ ആ ബീവിംഗ് മാച്ചിങ് കണ്ടതിന് ശേഷം ഒരു ത്രില്ല് അങ്ങ് ഇല്ല. സത്യം പറഞ്ഞാൽ നല്ലതാണ്. കാരണം അടുത്ത ലെവലിലോട്ട് ചിന്തിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ RTC അത് തന്നെ ഇരുന്നങ്ങ് പോകും. പിന്നെ എന്താ പറയാ, അറിയാലോ, കുറെ പ്രോഗ്രാമിൽ കുറച്ച് പൊന്നാടയൊക്കെ കിട്ടും. ഒരു 4-5 പൊന്നാട എല്ലാം കിട്ടിയപ്പോ സത്യം പറഞ്ഞാൽ ആ സന്തോഷം അവിടെ തീർന്നു. പിന്നെ പൊന്നാടയില്ല, ബൊക്കയില്ല, ഒന്നുമില്ല. ഇനി അടുത്ത NTC അടിക്കുക എന്നുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോ ശരിക്കും പറഞ്ഞാല് നാഷണൽ ടീം കോർഡിനേറ്ററിന്റെ റാങ്കും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ വെല്ലുവിളിയാണ്, കുറച്ചുകൂടി കൂടിയ വെല്ലുവിളിയാണ്. എന്നാലും വെല്ലുവിളി സന്തോഷമുള്ളതല്ലേ. ഒന്നുമില്ലേലും ദോഷമൊന്നും ചെയ്യത്തില്ല, ഗുണം മാത്രമേ ചെയ്യത്തുള്ളൂ. ആ ഗുണം എത്ര കണ്ട് ചെയ്യും എന്നുള്ളത് നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും. അപ്പൊ നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ടീമിൽ പറഞ്ഞ കുറെ നേട്ടങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്തൊരു പ്രോഗ്രാം നമുക്ക്, സാറ് കോഴിക്കോട് ടീം അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല. സെപ്റ്റംബർ 29-ന് കൊല്ലം കേന്ദ്രീകരിച്ച് ട്രാവൻകോർ ഫെസ്റ്റ് എന്നൊരു മെഗാ കൺവെൻഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. GCA ഡയറക്റ്റ് നടത്തുന്നതാണ്. വീണ്ടും മുന്നിലൊരു എന്താ പറയുക, ഉത്സവം കടന്നു വന്ന ഒരു സന്തോഷമാണ്. അതിന്റെ ആദ്യത്തെ ഒരു ബ്രാൻഡ് ന്യൂ ATC ആയിരുന്നു ഇന്നലെ ആയത്. അപ്പം പുതിയ റാങ്ക് അച്ചീവേഴ്സിനും പെർഫോമൻസ് ബോണസ് അച്ചീവേഴ്സിനും അങ്ങനെ കുറെ കാറ്റഗറിയിൽ അതിനകത്തുണ്ട്. അപ്പൊ അടുത്തൊരു 5 മാസത്തെ ബ്ലൂ പ്രിന്റ് സത്യം പറഞ്ഞാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ വർക്കൗട്ട് ചെയ്തെടുക്കണം. ആ പ്രോഗ്രാമിലും ഒരുപാട് നേട്ടങ്ങൾ നേടുന്ന ലീഡേഴ്സിനെയും എന്താ പറയാ, MI ലയൺ, MI ഈഗിൾ, അങ്ങനെ കുറച്ച് കാറ്റഗറിയിലുള്ളവരൊക്കെ ബ്ലൂ പ്രിന്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ആരെന്താകണം എന്നുള്ളത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ആരെന്താകണം എന്നുള്ളത് അവരെയും കൂടി അറിയിക്കണം. കാരണം അവരും കൂടി അറിഞ്ഞാലേ അതിലെന്തേലും കാര്യമുള്ളൂ. അപ്പൊ അതിപ്പോ നടന്നു വരുന്നു. അടുത്ത 5 മാസത്തെ ടാർഗറ്റിൽ ഒരുപാട് നേട്ടങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നത് എന്റെ ഐഡന്റിറ്റി ക്രിയേഷനാണ്. വിനീത് എന്ന വ്യക്തിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. ഒരാൾക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാവും അല്ലെ. അത് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതും അവനവനാണ്, അവരവരാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ബുദ്ധിമുട്ട് അതെല്ലാ മേഖലയിലും, ഇവിടെ മാത്രമല്ല എല്ലാ മേഖലയിലും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ ഐഡന്റിറ്റി ക്രിയേഷൻ, വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു കോംപ്രമൈസും പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടറും അതാണ്. എനിക്ക് വിശ്രമിക്കണമെന്ന് തോന്നിയാലും ഒരു പരിധിക്കപ്പുറം വിശ്രമിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് ഒരാൾക്ക് വിജയിക്കാനും പറ്റില്ല. അപ്പൊ കൂടെ ഉള്ളവർക്കും ആ ഒരു ഐഡന്റിറ്റി ക്രിയേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എടുക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ എന്താ പറയാ, കോണ്ടസ്റ്റ്, ഈവന്റ്, ഈ ഈ ഈ ഒരു മേഖലയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരു സ്റ്റേജ് ഇപ്പൊ ഞാൻ വീണ്ടും ഒരു ഫ്ലൈറ്റ് ട്രിപ്പ് അതിനോട്, എനിക്ക് കുമളിയിൽ ചെറിയൊരു ടീമുണ്ട്, ചെറിയ ടീം. അവിടെ ഉള്ളവര് ബസ്സിനപ്പുറം ട്രെയിൻ പോലും സത്യം പറഞ്ഞ സ്വപ്നം കണ്ടിട്ടില്ല, അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല, യാത്ര ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല കുമളിയിലായതുകൊണ്ട് തന്നെ. ആ കുമളിക്ക് പുറത്ത് അങ്ങനെ പോയിട്ടില്ല അവര്. ഇപ്പം അവിടെയും ഒരു ഫ്ലൈറ്റ് ട്രിപ്പിന്റെ ഒരു കോൺടെസ്റ്റ് ഇപ്പൊ കൊടുത്തേക്കുവാണ്. മിനിമം ഒരു 10-15 അച്ചീവേഴ്സിനെങ്കിലും അവിടെ ക്രിയേറ്റ് ചെയ്ത് അവർക്കൊരു ഫ്ലൈറ്റ് എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കുക എന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ കാശിലുപരി
കണ്ണുകളിലെ സന്തോഷവും തിളക്കവും നമ്മളെ പ്രോത്സാഹിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ അവിടെയുള്ള ജനങ്ങള് ഒരു ട്രെയിൻ യാത്ര പോലും ചെയ്തിട്ടില്ലാത്തവര് ഫ്ലൈറ്റിനെ കുറിച്ച് സ്വപ്നം കാണുക, കാണിക്കുക, അതൊരു വെല്ലുവിളിയാണെങ്കിലും അത് ഏറ്റെടുത്ത് നടത്താനുള്ള ഒരു തീരുമാനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു 10-15 അച്ചീവേഴ്സിനൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കണ്ണുകൊണ്ട് കോൺഫിഡൻസ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന നിലയിലോട്ട് ഏതൊരു വ്യക്തിയും മാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രതീക്ഷയാണ്, അണയാത്ത പ്രതീക്ഷയാണ് നമ്മൾ ഓരോരുത്തരും. വാക്കുകൾ കൊണ്ട് എന്തും പറയാം, പക്ഷെ കണ്ണുകൾ കൊണ്ട് നിനക്ക് ഞാനുണ്ട് എന്ന് വാഗൊണ്ട് പറയാതെ കണ്ണുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ നമ്മളെ തന്നെ വളർത്തുക എന്നുള്ളതിനെയാണ് ഞാൻ ഐഡന്റിറ്റി ക്രിയേഷൻ എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് വന്നാലും ഇദ്ദേഹം ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അനീഷ് സാറും അനൂപ് സാറും മുന്നിലാണോ പിന്നിലാണോ എന്നൊരു ചോദ്യം വരുന്നില്ല. കൂടെ ഉണ്ട്. കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ധൈര്യവും. ബാക്കിയൊക്കെ നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം നമ്മളുണ്ട് എന്നത് തന്നെ ആർക്കെങ്കിലൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായി മാറുന്ന ഒരു സാഹചര്യത്തെയാണ് ഞാൻ ഐഡന്റിറ്റി ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ അതിനു വേണ്ടി തന്നെയാണ് ഓടുന്നത്. ഒരു ഐഡന്റിറ്റി ക്രിയേഷന് വേണ്ടിയിട്ട് വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ ടീമില് നേട്ടങ്ങളിലൂടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളും ഞാൻ തന്നെയാണ്. അത് പ്രവൃത്തിയിലൂടെ, നേട്ടങ്ങളിലൂടെ മാത്രമേ പാടുള്ളൂ. വാഗൊണ്ട് പറയാൻ എളുപ്പമാണ്, പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കാനാണ് പാട്. എന്നാൽ അങ്ങ് എന്താ പറയാ വരുമാനം കിട്ടുന്നു, അങ്ങനെയല്ല. അതൊരു സാലറി ബേസ്ഡ് ആണ്. അവിടെ സത്യം പറഞ്ഞാൽ വിനീത് എന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. വിനീതനോട് എന്ത് ചെയ്യാൻ പറയുന്നുവോ അത് ചെയ്തു കൊടുക്കുക. ശരിയോ തെറ്റോ അതിന് പ്രസക്തിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മേലുദ്യോഗസ്ഥർ പറയും ഇന്ന് ഇതാണ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ അത് എൻ്റെ യുക്തിക്ക് ചേർന്നതാവില്ല, ശരിയായിരിക്കില്ല. പക്ഷെ എനിക്കത് ചെയ്തേ പറ്റും. ചെയ്യുക, ചെയ്തു എന്ന് അറിയിക്കുകയും വേണം. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, സമയബന്ധിതമായി ചെയ്യുകയും വേണം, അത് ചെയ്തത് അറിയിക്കുകയും വേണം. ചെയ്തതിനകത്തിന് തെറ്റോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് ഞാൻ കേൾക്കുകയും വേണം. അത് തിരുത്തിക്കൊണ്ട് വീണ്ടും അത് ചെയ്യണം, അത് അറിയിക്കണം. അപ്പൊ ഈ ഒരു റിപ്പോർട്ടിംഗ് നേച്ചറുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവിടെ വിനീത് എന്ന വ്യക്തി അന്ന് അവിടെ ഇല്ലെങ്കിലും ആ പണി അവിടെ നടക്കും. വേറെ ആരെങ്കിലും അത് ചെയ്യും, ആരെങ്കിലും വെച്ച് അത് ചെയ്യിക്കും. അപ്പൊ വിനീത് എന്ന വ്യക്തിക്ക് അവിടെ പ്രസക്തി ഇല്ല, ആ പണിക്കാണ് പ്രസക്തി. അത് നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുന്നുള്ളൂ. ഞാൻ ഈ ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അതാണ്. കാരണം ഇവിടെ വിനീത് എന്ന വ്യക്തിക്ക് പ്രസക്തി ഉണ്ട്. അതിനെയാണല്ലോ ഐഡന്റിറ്റി ക്രിയേഷൻ എന്നൊരു വാക്ക് ഞാൻ കൊണ്ടുവരുന്നത്, അല്ലെ? അതുകൊണ്ടല്ലേ ഒരു പക്ഷേ സാറ് ഇന്നൊരു മോർണിംഗ് മീറ്റിന് എന്നെ ക്ഷണിച്ചതും അതുകൊണ്ടല്ലേ. അപ്പോ വിനീത് എന്ന വ്യക്തിക്ക് ഒരു ഐഡന്റിറ്റി ക്രിയേഷൻ, ഞാൻ ആ പറഞ്ഞ വാക്ക് വളരെ അർത്ഥവത്തായ വാക്കാണ്. ഇപ്പൊ ഇതിനകത്തൊരു 88 പേരുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേര് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഇനിയും കാണും. അതാണല്ലോ വൈ എന്ന് എന്തെന്ന് ചോദിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വിനീത് എന്ന വ്യക്തി മൈലേസ്റ്റൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മാറ്റമായിരിക്കണം. അനീസ് സാറ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പറയാറില്ല. ഈ അനീസ് സാർ ഞാൻ പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയാണ്. ഡയറക്റ്റായിട്ട് വിളിക്കുന്നതാണെങ്കിലും ഡയറക്റ്റ് ഗൈഡ് ചെയ്യുന്ന ഒക്കെ അനീസ് സാറാണ്. ഇപ്പൊ അനൂപ് സാറ് ചെയ്യും ഫോർ ദ ടൈം ബീങ്. ഇപ്പൊ അനീസ് സാറാണ് ചെയ്യുന്നത്. അപ്പോ അനീസ് സാറ് പറയുന്ന പോലെ ഒഴിവാക്കാൻ പറ്റാത്തടത്തോളം വളരുക എന്നൊരു വാക്ക് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ ബിസിനസ്സിലും നമ്മളെ ആരും ഒഴിവാക്കാൻ പറ്റാത്തിടത്തോളം വളരുക എന്നുള്ളതാണ് ഐഡന്റിറ്റി ക്രിയേഷൻ. നമ്മൾ നമ്മുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിനകത്ത് ഒറ്റ ഫാക്ടറേ ഉള്ളൂ, ഐഡന്റിറ്റി ക്രിയേഷൻ. വിനീത് എന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്നതോ ഉണ്ടായിരുന്നതോ ആയ ഒരുപാട് ഗുണങ്ങളോ കഴിവുകളോ മണ്ണിട്ട് മൂടിയ സാഹചര്യത്തിലായിരുന്നെങ്കിൽ അതെല്ലാം പുറത്തെടുക്കാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ടീമിലുള്ളവർക്ക് ഉപകാരപ്പെടാനും ഉപകാരപ്പെട്ട ഒരു ജീവിതമായി, ജീവനായി മാറാൻ പറ്റുന്ന ഒരു മേഖല ഡയറക്ട് സെല്ലിംഗ് ആണെന്നും അതിൽ ഏറ്റവും മികച്ചത് മൈ ലൈഫ് സ്റ്റൈൽ ആണെന്നും ഉള്ളതാണ് സത്യം പറഞ്ഞത്. ഇതെല്ലാം റിലേറ്റഡ് ആണ്. ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. വിനീത് എന്ന വ്യക്തി, വിനീത് എന്ന റീജിയണൽ ടീം കോർഡിനേറ്റർ, മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനി, അനീഷ് സാർ, അനൂപ് സാർ എന്ന ആ പില്ലേഴ്സ്,
ടീം എന്ന ആ ഒരു ഫാക്ടേഴ്സ് ഇതെല്ലാം റിലേറ്റഡ് ആണ്. പക്ഷെ ഇതെല്ലാം റിലേറ്റഡ് എന്ന് പറയുമ്പോഴും ഒന്നില്ലെങ്കിൽ മറ്റതില്ല. അപ്പം ആദ്യം അതിനകത്ത് വരുന്നത് ഞാനാണ്, എൻ്റെ ആഗ്രഹങ്ങളാണ്, എൻ്റെ സ്വപ്നങ്ങളാണ്, എൻ്റെ പ്രതീക്ഷകളാണ്. എൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ പറയുന്ന പോലെ തന്നെ വിനീത് എന്ന മനുഷ്യന്റെ ചില സന്തോഷങ്ങളും കൂടിയാണ്, അല്ലെ? ഞാൻ കാരണം ജീവിതത്തിൽ മുന്നോട്ട് നയിക്കപ്പെടുന്ന 5-10 പേരുണ്ട് എന്ന് അവർ പറയുകയോ അവരുടെ പ്രാർത്ഥനയിൽ എൻ്റെ പേര് വരികയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് എന്നെ ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നയിക്കുന്നത്. അപ്പൊ എൻ്റെ പർപ്പസ് ക്ലിയർ ആണ്. വൈ ടു ബി ഇൻ ദിസ് ബിസിനസ് എന്നുള്ളത് എൻ്റെ വ്യക്തമാണ്. അതിന് വേഗത നിർണ്ണയിക്കുന്നത് ഞാനും എൻ്റെ ടീമും കൂടിയാണ്. ഞാനും എൻ്റെ ടീമും തന്നെയാണ് വേഗത നിർണ്ണയിക്കുന്നത്. എൻ്റെ ടീമല്ല എൻ്റെ വേഗത നിർണ്ണയിക്കുന്നത്, ഞാനും എൻ്റെ ടീമും കൂടിയാണ് ആ വേഗത നിർണ്ണയിക്കുന്നത്. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വൈ എന്നുള്ളത് എൻ്റെ വ്യക്തമാണ്. ഐഡന്റിറ്റി ക്രിയേഷൻ. എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണം, പതിപ്പിച്ചിരിക്കും. അതിനു വേണ്ടിയിട്ട് ഈ ബിസിനസ്സിനെ നെഞ്ചിലേറ്റ് ചെയ്യുന്നു.